ഹായ് മക്കളെ, +2 ബോർഡ് എക്സാമിനേഷന് മുഴുവൻ മാർക്കിന്റെ അടുത്ത് നിങ്ങൾ നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കുറയുന്ന ഓരോ മാർക്കും അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കുള്ള ദൂരം വർദ്ധിപ്പിക്കുന്നതായി മാറിത്തീരും. സോ മക്കളെ, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക തന്നെയായിരിക്കണം ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ വരുന്ന സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നത്. നിങ്ങളിൽ ഒട്ടുമിക്ക പേരും മാത്സ് ഓപ്ഷണൽ പേപ്പർ ആയിട്ട് ചൂസ് ചെയ്തവരായിരിക്കും. പലരും മാത്സിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും ആയിരിക്കില്ല അല്ലെ. അടുത്തുള്ള സ്കൂളിൽ മാത്സ് ആയിരിക്കും ഓപ്ഷണൽ പേപ്പർ ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ സംഭവം മാത്സിലേക്ക് എത്തിപ്പെട്ടവരായിരിക്കാം. കുറച്ചുപേര് മാത്സിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്സ് ഓപ്ഷണൽ പേപ്പർ ആയിട്ട് ചൂസ് ചെയ്തവരും ഉണ്ടാവാം. ഈ രണ്ട് കാറ്റഗറി ആണെങ്കിലും സംഭവം നിങ്ങൾ മാത്സ് ചൂസ് ചെയ്തു. ഇനി നമ്മുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് അത് മികച്ച രീതിയിൽ പഠിച്ച് മികച്ച മാർക്കോടെ പാസ്സാവുക എന്നത് മാത്രമാണ് അല്ലെ. ഈ വരുന്ന ടേം എക്സാമിനേഷന്, ഡിസംബറിൽ വരുന്ന സെക്കൻഡ് ടേം എക്സാമിനേഷന് മുഴുവൻ മാർക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ മാസം ഒക്ടോബർ മാസം നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. 6 മാർക്കോളമാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക, ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് ചാപ്റ്റർ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങളുടെ +2 മാത്തമാറ്റിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്റർ, അല്ലെങ്കിൽ +1 +2 മൊത്തത്തിലെടുത്താൽ തന്നെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇൻ്റഗ്രൽസ്. നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്കൂളുകളിലൊക്കെ ഇൻ്റഗ്രൽസ് ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചില സ്കൂളുകളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഇൻ്റഗ്രൽസിൽ 300-ലധികം പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 300+ ക്വസ്റ്റ്യൻസ് NCERT ടെക്സ്റ്റ് ബുക്കിൽ മാത്രം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര പഠിക്കാനുണ്ടാവും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത്രയും വലിയ ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. 9-10 മാർക്ക് ആ റേഞ്ചിൽ ഇൻ്റഗ്രൽസിന് നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽസ് ഈ ഒരു മാസം നിങ്ങൾ പഠിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ആൻഡ് ലാസ്റ്റ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, വളരെ ചെറിയൊരു ചാപ്റ്റർ മാത്രമാണ്. ഒരു 4 മാർക്ക് 5 മാർക്ക് ആ ഒരു രീതിയിലാണ് പൊതുവെ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഈ മാർക്ക് ഡിവിഷൻ ഏകദേശം ആണ് കേട്ടോ. ചെറിയ ചെറിയ വേരിയേഷൻസ്, 1-2 മാർക്സിന്റെ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷേ പൊതുവെ കോമൺ ആയിട്ട് ഒരു 4 മാർക്കിനൊക്കെയാണ് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പക്ഷേ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് പഠിക്കാനും വളരെ ഈസിയാണ്. വളരെ ഈസിയാണ് നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്റർ പഠിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ 2 ചാപ്റ്റേഴ്സ് ആണ് ഇൻ്റഗ്രൽസും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും. അത് നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. ആ 2 ചാപ്റ്റേഴ്സ് മക്കൾ ഓർഡർ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആദ്യം പഠിക്കുക, ദെൻ നിങ്ങൾ ഇൻ്റഗ്രൽസിലേക്ക് പോയിട്ട് ഇൻ്റഗ്രൽസ് പഠിച്ചു തീർക്കുക. അത് ഈ മാസം നിങ്ങളൊരു ഫിക്സഡ് ഡേറ്റ് ഫിക്സ് ചെയ്ത് വെക്കുക. ആ ഒരു ഡേറ്റിനുള്ളിൽ ഈ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കുമെന്ന് ഫിക്സ് ചെയ്യാം. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ അത് തീർക്കുക കൃത്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നിങ്ങൾ ഇൻ്റഗ്രൽസിനായിട്ട് മാറ്റി വെക്കുക. കുറച്ചധികം ദിവസം തന്നെ മാറ്റി വെക്കേണ്ടി വരും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത്രയും വലിയൊരു ചാപ്റ്ററാണ്. കുറച്ചധികം ദിവസം തന്നെ മക്കൾ അതിനായിട്ട് ചെലവഴിക്കേണ്ടി വരും. സോ അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം, ഒരു 4-5 ദിവസം മാത്രം നിങ്ങൾ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കുഞ്ഞു ചാപ്റ്ററാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതുമാണ്. ഓക്കെ ആണല്ലോ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ നെക്സ്റ്റ് മാസം നവംബറിൽ നമ്മൾ പഠിച്ചെടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു മാസത്തെ 3 ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് മക്കൾ പഠിക്കുക. നെക്സ്റ്റ് മാസത്തെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് എല്ലാ രീതിയിലും എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്സും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് +2 ബോർഡ് എക്സാമിനേഷന് മുഴുവൻ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാം.